സാബ് അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടു കാണുമെന്നും പഠിച്ചു കാണുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സുകളും ഞാൻ എടുക്കുന്നത് നിങ്ങൾ അപ്പോൾ തന്നെ പഠിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വളരെ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ സമയം കൊണ്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ വീഡിയോ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നിങ്ങളത് മുഴുവനായി തന്നെ പഠിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇതുവരെയായിട്ട് സെക്ഷൻ 2 ഡെഫിനിഷനിലെ സെക്ഷൻ 2KA കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വരെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? സെക്ഷൻ 2L മെമ്പർ. സെക്ഷൻ 2L മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്പർ ഒരു അംഗം എന്ന് പറയുന്നത് ആരാണ്? ഒരു അംഗം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൽ അംഗത്വം നേടിയ ആളുകളോ അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ ശേഷം നിയമത്തിനും റൂളിനും അതുപോലെ തന്നെ ബൈലോയ്ക്കും അനുസൃതമായി മെമ്പർഷിപ്പ് നേടിയ ഒരാളോ അവരാണ് മെമ്പർ എന്ന സെക്ഷൻ 2L പ്രകാരം നിർവചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? നാമമാത്ര അംഗം നോമിനൽ മെമ്പേഴ്സും അതുപോലെ സഹായകാംഗം അസോസിയേറ്റ് മെമ്പേഴ്സും ഈ സെക്ഷൻ 2L പ്രകാരമുള്ള മെമ്പറിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ എന്താണ് സെക്ഷൻ 2L മെമ്പർ എന്ന് പറയുന്നത്? ഒരു സൊസൈറ്റി രൂപീകരിക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ ചേർന്നാണ് ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നത്. ആ മെമ്പർമാർ അവരും ഉൾപ്പെടും മെമ്പർ എന്ന നിർവചനത്തിൽ. അതുപോലെ തന്നെ സൊസൈറ്റി രൂപീകരിച്ച് അതിങ്ങനെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പിന്നീട് വരുന്ന മെമ്പർമാർ ഓരോ കമ്മിറ്റിയിൽ അപേക്ഷ വെച്ച് ആ കമ്മിറ്റി മെമ്പർ ആക്കി ചേർക്കുന്ന ആ അംഗങ്ങളും മെമ്പർ എന്ന് പറയുന്ന സെക്ഷൻ 2L പ്രകാരമുള്ള മെമ്പർ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ്? നമ്മളുടെ നോമിനൽ മെമ്പേഴ്സും അസോസിയേറ്റ് മെമ്പറും സെക്ഷൻ 2L പ്രകാരമുള്ള നിർവചനത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ എന്താണ് സെക്ഷൻ 2L മെമ്പർ? സെക്ഷൻ 2L മെമ്പർ. അടുത്തത് എന്താണ്? സെക്ഷൻ 2LA മിസലേനിയസ് സൊസൈറ്റി. സെക്ഷൻ 2LA മിസലേനിയസ് സൊസൈറ്റി. LA മിസലേനിയസ്. അപ്പം എന്താണ്? മിസലേനിയസ്. ആ രീതിയിലൊന്ന് ഒരു ഋതത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. സെക്ഷൻ 2LA മിസലേനിയസ് സൊസൈറ്റി. അപ്പോൾ എന്താണ് മിസലേനിയസ് സൊസൈറ്റീസ് എന്ന് വെച്ചാൽ ഒരു സൊസൈറ്റി അതിലെ മെമ്പർമാരിൽ നിന്ന് മാത്രം ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ എന്താണ് മെമ്പർമാർക്ക് മാത്രം വായ്പകൾ നൽകുകയും ചെയ്യുകയാണെങ്കിൽ ആ സൊസൈറ്റിയെയാണ് മിസലേനിയസ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് അംഗങ്ങൾക്ക് ആ മെമ്പർമാർക്ക് വേണ്ടിയുള്ള ക്ഷേമത്തിന് വേണ്ടിയുള്ള ബിസിനസ്സുകളാണ് മിസലേനിയസ് സൊസൈറ്റികൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ മെമ്പർമാരെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നാമമാത്ര മെമ്പർമാരും അതിൽ ഉൾപ്പെടുമെന്ന് ഉദ്ദേശിക്കരുത്. സെക്ഷൻ 2L പ്രകാരമുള്ള മെമ്പറല്ല, വോട്ടിംഗ് റൈറ്റുള്ള മെമ്പർമാർ മാത്രമാണ് മിസ്ലേനിയസ് സൊസൈറ്റിയിൽ അവർ ഡെപ്പോസിറ്റ് വാങ്ങിക്കുകയും ലോണുകൾ കൊടുക്കുകയും ചെയ്യുന്നത്. അതായത് സെക്ഷൻ 2LA മിസ്ലേനിയസ് സൊസൈറ്റിയുടെ നിർവചനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സൊസൈറ്റി അതിൻ്റെ അംഗങ്ങളിൽ നിന്ന് മാത്രം ഡെപ്പോസിറ്റുകൾ വാങ്ങിക്കുകയും അംഗങ്ങൾക്ക് മാത്രം ലോണുകൾ കൊടുക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ അംഗങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്ന ബിസിനസ്സുകൾ നടത്തുകയും അംഗങ്ങൾക്ക് വായ്പകൾ കൊടുക്കുന്നതിനാവശ്യമായ ഫണ്ട് റൈസ് ചെയ്യുകയും ചെയ്യുന്ന സൊസൈറ്റികളാണ് മിസലേനിയസ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ മിസലേനിയസ് സൊസൈറ്റിയിൽ നാമമാത്ര അംഗങ്ങളോ സഹായക അംഗങ്ങളോ മെമ്പർ എന്ന് പറയുന്ന പരിഗണനയിൽ പെടുന്നതല്ല. അപ്പോൾ സെക്ഷൻ 2LA മിസലേനിയസ് സൊസൈറ്റീസ്. അടുത്തെന്താണ്? സെക്ഷൻ 2M നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു നാമമാത്ര അംഗങ്ങൾ അതാണ് നോമിനൽ മെമ്പർ എന്ന് പറയുന്നത്. അസോസിയേറ്റ് സഹായകാംഗങ്ങൾ. അപ്പം എന്നാൽ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 2M. സെക്ഷൻ 2M നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. പേരിൽ തന്നെ നമുക്കറിയാം അവർക്ക് എന്താണ് നാമമാത്രമായിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു നാമമാത്രമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അസോസിയേറ്റ് ചെയ്തു കൊടുക്കുന്നുള്ളൂ. അത് തന്നെയാണ് ഒരു അസോസിയേറ്റ് മെമ്പർ. സഹായകമായിട്ടുള്ളൊരു അംഗമാണ് അല്ലേ? അപ്പം നമ്മൾ ആ പേരിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു എന്താണിതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെക്ഷൻ 2M നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ
ചെറിയ കുറച്ച് റൈറ്റ്സുകൾ, അതായത് ഒരു പർട്ടിക്കുലർ ബൈലോയിൽ പറയുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള റൈറ്റ്സുകൾ മാത്രമുള്ള മെമ്പർമാർ, അവർക്ക് അതിൻ്റെതായ പ്രിവിലേജുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ആ കാര്യങ്ങൾക്ക് മാത്രമുള്ള ലയബിലിറ്റി മാത്രമേ ഈ മെമ്പർമാർക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗോൾഡ് ലോൺ എടുക്കുന്ന ഒരാൾക്കാണ് നമ്മൾ നോമിനൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഗോൾഡ് മേൽ മാത്രമുള്ള ബാധ്യതയേ ഉണ്ടായിരിക്കുകയുള്ളൂ. സൊസൈറ്റിക്കായാലും അവർക്കായാലും എന്താണ് ആ ഒരു ബാധ്യത മാത്രം. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കില്ല, മറ്റുള്ള ആനുകൂല്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള അംഗങ്ങളെയാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 2M എന്താണ്, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. അടുത്തത് സെക്ഷൻ 2N ഓഫീസർ. സെക്ഷൻ 2N ഓഫീസർ. എന്താണ് ഓഫീസർ എന്ന് വെച്ചാൽ, ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഓഫീസർ, നമ്മൾ മനസ്സിൽ തന്നെ വരും എന്താണ്, ഒരു ഓഫീസർ ഒരു ഓഫീസിലെ കാര്യങ്ങൾ നിർവഹിക്കുന്ന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് ഒരു ഓഫീസർ എന്നുള്ളത് നമ്മൾ മനസ്സിലാദ്യം തന്നെ പോകും. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ നിർവചനത്തിൽ, അതായത് KCS ആക്ട് 1969 നിർവചനത്തിൽ സെക്ഷൻ 2N എന്ന് പറയുന്നത് എന്തായിരുന്നു വെച്ചാൽ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ, ട്രഷറർ, അതർ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, അതുപോലെ തന്നെ സെക്രട്ടറി. സെക്രട്ടറി എന്ന് പറയുമ്പോൾ നിർവചനത്തിൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO. അത് സെക്രട്ടറി എന്ന പേരായാലും മാനേജിംഗ് ഡയറക്ടർ എന്ന പേരായാലും ജനറൽ മാനേജർ എന്നായാലും ഏത് പേരിൽ അറിയപ്പെട്ടാലും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതുപോലെ തന്നെ മാനേജർ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആക്ടിനും അതുപോലെ തന്നെ റൂളിനും ബൈലോയ്ക്കും അനുസൃതമായി നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ, സൊസൈറ്റിയുടെ ബിസിനസ് കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകാൻ ഉതകുന്ന മറ്റുദ്യോഗസ്ഥർ, അത് ആരൊക്കെയാവാം, അഡ്മിനിസ്ട്രേറ്റർ, ലിക്വിഡേറ്റർ എന്നിങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെയും നമ്മൾ ഓഫീസർ എന്ന് പറയുന്നു. അപ്പോൾ ആരാണ് ഓഫീസർ എന്ന് സെക്ഷൻ 2N പ്രകാരം KCS ആക്ട് 1969 നിർവചിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓഫീസറിൽ ആരൊക്കെ പെടും, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതായത് സംഘങ്ങളിലും പ്രൈമറി സംഘങ്ങളിലും അതുപോലെ തന്നെ കേരള ബാങ്കിലൊക്കെ എന്താണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റാണ്. അതേ സ്ഥാനത്ത് അർബൻ ബാങ്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ ചെയർമാനാണ്. അപ്പം ഓരോന്നിനനുസൃതമായ ഒരു പേരുകളുടെ വ്യത്യാസമുണ്ടെന്നുള്ളൂ. അപ്പോൾ എന്താണ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ, അതർ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, പിന്നെ സെക്രട്ടറി ഓർ നമുക്ക് മനസ്സിലാക്കുക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജർ, ലിക്വിഡേറ്റർ, അഡ്മിനിസ്ട്രേറ്റർ എന്നിങ്ങനെയുള്ള ഒരു സംഘത്തിൻ്റെ കാര്യങ്ങളിൽ നിർദ്ദേശം നൽകാൻ പ്രാപ്തിയുള്ള, അങ്ങനെ എന്തിന് ആക്ടിനും റൂളിനും ബൈലോയ്ക്കൊക്കെ അതിന് അധീനമായിട്ട് നിർദ്ദേശങ്ങൾ നൽകാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥരും ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിൽപ്പെടുന്നു. അപ്പം നമ്മൾ എന്തെല്ലാം പഠിച്ചു? സെക്ഷൻ 2L മെമ്പർ, സെക്ഷൻ 2L മെമ്പർ, സെക്ഷൻ 2LA മിസലേനിയസ് സൊസൈറ്റി, സെക്ഷൻ 2LA മിസലേനിയസ് സൊസൈറ്റീസ്, സെക്ഷൻ 2M നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ, സെക്ഷൻ 2M നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ, സെക്ഷൻ 2N ഓഫീസർ, സെക്ഷൻ 2N ഓഫീസർ. അപ്പോൾ ഇതിലൊന്ന് കാര്യം നോക്കാം. സെക്ഷൻ 2L നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിൽ നോക്കുമ്പോൾ L കഴിഞ്ഞാൽ M അല്ലേ, എല്ലാം. അപ്പോൾ സെക്ഷൻ 2L M, അപ്പോൾ എല്ലാം അങ്ങനെ. അതായത് നെക്സ്റ്റ് ആൽഫബറ്റിക്, അടുത്ത ആൽഫബറ്റിക് വരുന്ന സെക്ഷനുകളാണ് ഇതൊക്കെ. സെക്ഷൻ 2L മെമ്പർ, സെക്ഷൻ 2M MN, അപ്പോൾ എന്താണ് എംൻ്റെ നോമിനൽ മെമ്പർ, N ഓഫീസർ. അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും, ആ രീതിയിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ സെക്ഷനുകളും റൂളുകളും നമ്മൾ ബൈഹാർട്ടാക്കി വെച്ചിരിക്കണം. കൂടുതൽ പഠിച്ചു വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഇല്ലാതിരിക്കാൻ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കാം. സെക്ഷൻ 2O പ്രിസ്ക്രൈബ്ഡ്, സെക്ഷൻ 2O പ്രിസ്ക്രൈബ്ഡ്, OP അല്ലേ, O കഴിഞ്ഞ P. അപ്പോൾ സെക്ഷൻ 2O പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെട്ട, അതായത് KCS ആക്ട് 1969 ചട്ടങ്ങളാൽ നിർണയിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് സെക്ഷൻ 2O പ്രിസ്ക്രൈബ്ഡ്. സെക്ഷൻ 2OA പ്രിസ്ക്രൈബ്ഡ് പീരീഡ്, സെക്ഷൻ 2OA പ്രിസ്ക്രൈബ്ഡ് പീരീഡ്.
1969 KCS ആക്ട് ഷെഡ്യൂൾ 3 ലിമിറ്റേഷൻ പീരീഡ് പറയുന്നുണ്ട്. അതിലുൾപ്പെട്ടതാണ് പ്രിസ്ക്രൈബ്ഡ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഷെഡ്യൂൾ 3 ലിമിറ്റേഷൻ പീരീഡാണ് സെക്ഷൻ 2OA പ്രകാരമുള്ള പ്രിസ്ക്രൈബ്ഡ് പീരീഡ്. സെക്ഷൻ 2OA പ്രിസ്ക്രൈബ്ഡ് പീരീഡ്. അപ്പോൾ എന്താണ് സെക്ഷൻ 2O പ്രിസ്ക്രൈബ്ഡ്, സെക്ഷൻ 2OA പ്രിസ്ക്രൈബ്ഡ് പീരീഡ്. അടുത്ത സെക്ഷൻ 2OAA 2A വരുന്നുണ്ട് കേട്ടോ. 2A വരുമ്പോൾ എന്താണെന്ന് നോക്കാം, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. സെക്ഷൻ 2OAA പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. സെക്ഷൻ 2OAA പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പാക്സ് എന്ന് കേട്ടിട്ടില്ലേ? അതാണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. നമ്മളിപ്പോൾ കേരള ബാങ്കിലൊക്കെ ജോലിക്കാരാവാൻ പോകുന്ന ആളുകളാണ്. അവിടെ ചെന്നാൽ നമ്മൾ കേൾക്കുക പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്നൊന്നല്ല, പാക്സ് എന്നായിരിക്കും പറയുക. ആ പാക്സിൻ്റെ ആ ഫയൽ എടുക്കുക, ആ പാക്സിന് നമ്മൾ അത് ചെയ്യേണ്ടതല്ലേ, അങ്ങനെയുള്ള വാക്കുകളായിരിക്കും അവിടെ നമ്മൾ കേൾക്കുക. അപ്പോൾ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് വെച്ചാൽ പാക്സ് എന്താണെന്ന് വെച്ചാൽ കാർഷിക ആവശ്യങ്ങൾക്ക് ലോണുകൾ കൊടുക്കുക. നമ്മൾ ഈ പേരിൽ നിന്ന് തന്നെ അറിയാം, അഗ്രികൾച്ചർ ക്രെഡിറ്റ് ആണ്. അപ്പോൾ കാർഷിക ആവശ്യങ്ങൾക്ക് വായ്പകൾ നൽകുന്നതും ഒരു വില്ലേജോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ പ്രവർത്തന പരിധിയുള്ളതുമായ സൊസൈറ്റികളെയാണ് പാക്സ് എന്ന് പറയുന്നത്. എന്തുതന്നെയാണ് പാക്സ് എന്ന് പറയുന്നത്? ഒരു വില്ലേജോ ഒരു മുനിസിപ്പാലിറ്റിയോ ഒരു പഞ്ചായത്തോ പ്രവർത്തന പരിധിയുള്ളതും അത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വായ്പകൾ നൽകുന്നതുമായിട്ടുള്ള സൊസൈറ്റികളെയാണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റികൾ, റൂറൽ ബാങ്കുകൾ. എന്തൊക്കെയാണ്? സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി, റൂറൽ ബാങ്കുകൾ. ഇവയൊക്കെയാണ് പാക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പാക്സ് എന്ന് പറഞ്ഞാൽ? ഒരു വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവ പ്രവർത്തന പരിധിയുള്ളതും കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി വായ്പകൾ നൽകുന്നതുമായ സൊസൈറ്റികളാണ് സെക്ഷൻ 2OAA പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ എന്താണ്? അതേതൊക്കെയാണ്? സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ തന്നെ ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി, പിന്നെന്താണ്? റൂറൽ ബാങ്കുകൾ. അടുത്തത് സെക്ഷൻ 2OB പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അപ്പെക്സ് അംഗങ്ങളോ കേന്ദ്ര സംഘങ്ങളോ അല്ലാതെ വായ്പകൾ നൽകുന്ന സൊസൈറ്റികൾ. അതായത് പ്രൈമറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? അത് അപ്പെക്സും അല്ല കേന്ദ്രമല്ല, അത് പ്രൈമറിയാണ്, അതിൽ താഴെയുള്ളതാണ്. അതെന്താണ്? അംഗങ്ങൾക്ക് വേണ്ടി വായ്പകൾ നൽകുവാൻ വേണ്ടിയിട്ടുള്ള സൊസൈറ്റികളാണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതിൽ അഗ്രികൾച്ചർ വായ്പകൾ എന്ന് പറയുന്നില്ല, അതുകൊണ്ട് തന്നെ കാർഷികേതര വായ്പകൾ നൽകുന്ന സൊസൈറ്റികളാണ്. അപ്പോൾ എന്താണ്? അപ്പെക്സ് സൊസൈറ്റികളോ സെൻട്രൽ സൊസൈറ്റികളോ അല്ലാതെ അംഗങ്ങൾക്ക് വേണ്ടി വായ്പകൾ നൽകുന്ന സൊസൈറ്റികളാണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. അത് പാക്സ് പോലെ അഗ്രികൾച്ചർ വായ്പകളല്ല നൽകുന്നത്, മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ള വായ്പകൾ നൽകുന്നതിനും ആ അംഗങ്ങൾക്ക് വായ്പകൾ നൽകുന്നതിന് വേണ്ടി ഫണ്ടുകൾ സ്വരൂപിക്കുന്നതുമായ സൊസൈറ്റികളാണ് സെക്ഷൻ 2OB പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. സെക്ഷൻ 2OB പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സെക്ഷൻ 2OAA പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, സെക്ഷൻ 2OB പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. അടുത്തത് സെക്ഷൻ 2OC പീക്കാർഡ് ബാങ്ക് എന്ന് പറയും. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. സെക്ഷൻ 2OC പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. പീക്കാർഡ് ബാങ്കിൻ്റെ ഇതെന്താ എക്സ്പാൻഡ് ചെയ്തതും ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് എക്സ്പാൻഷൻ നന്നായിട്ട് തന്നെ പഠിച്ചു പോയിക്കോ. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. പേരിൽ നിന്ന് കാര്യം മനസ്സിലാക്കാൻ പറ്റും. പ്രൈമറി എന്നല്ല, അത് നമുക്കറിയാം. പ്രൈമറി അപ്പെക്സ് അല്ല, സെൻട്രലും അല്ല. കോപ്പറേറ്റീവ് സഹകരണം അത് മാറ്റിയെടുത്തി. അഗ്രികൾച്ചർ കാർഷികം, റൂറൽ എന്ന് വെച്ചാൽ ഗ്രാമീണ. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഗ്രാമീണ വികസനത്തിന്, അതായത്
കാർഷികം മാത്രമല്ല ഗ്രാമീണ വികസനത്തിനും കൂടി വായ്പകൾ നൽകുന്ന ബാങ്കാണ്. എന്താണ്? കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല ഗ്രാമീണ വികസനത്തിനും കൂടി വായ്പകൾ നൽകുന്ന ബാങ്ക്. അപ്പോൾ എന്താണ് പീക്കാർഡ് ബാങ്ക് എന്ന് വെച്ചാൽ, ഞാൻ ഷോർട്ടായിട്ടാണ് പറയുന്നത്. പീക്കാർഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ഒരു താലൂക്കായിരിക്കും. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പീക്കാർഡ് ബാങ്കിന്റെ പ്രവർത്തന പരിധി ചോദിക്കാറുണ്ട്. അതിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ഒരു താലൂക്കാണ്. 1999 മുമ്പ് ഒന്നിലധികം താലൂക്കുകൾ ചേർന്നതായിരുന്നു ഒരു പീക്കാർഡ് ബാങ്കിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത്. ഈ 99 ശേഷം ഓരോ താലൂക്കുകളിലും ഓരോ പീക്കാർഡ് ബാങ്കുകൾ വേണമെന്ന് വരികയും അത് എന്താണ് അതിനുശേഷം ആ 99 അമെൻമെന്റിന് ശേഷം 6 മാസത്തിനുള്ളിൽ തന്നെ ഏത് താലൂക്കിലാണ് പ്രവർത്തനം നടത്തിയിരുന്നത് ആ താലൂക്ക് പരിധിയിൽ, അതായത് 2-3 താലൂക്കുകൾ ചേർന്നുള്ള ഒരു പീക്കാർഡ് ബാങ്ക് ആണെങ്കിൽ ഏത് താലൂക്കിലാണ് അവരുടെ ആസ്ഥാനമുള്ളത് ആ താലൂക്കിൽ മാത്രം അവർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ പീക്കാർഡ് ബാങ്കുകൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഒരു പീക്കാർഡ് ബാങ്കിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ഒരു താലൂക്കാണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. പീക്കാർഡ് ബാങ്കിന്റെ പ്രവർത്തന പരിധി ഒരു താലൂക്ക്. അപ്പോൾ ഒരു താലൂക്കിൽ പ്രവർത്തന പരിധി ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ ആവശ്യത്തിനും റൂറൽ ഡെവലപ്മെന്റിനും, കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല റൂറൽ ഡെവലപ്മെന്റിനും വേണ്ടി വായ്പകൾ നൽകുന്ന സൊസൈറ്റി. അപ്പോൾ ഈ റൂറൽ ഡെവലപ്മെന്റിനും അഗ്രികൾച്ചർ വായ്പകളും നൽകുന്നുണ്ട്. അപ്പം നമ്മൾ പാക്സ് പഠിച്ചു, അത് അഗ്രികൾച്ചർ കാർഷിക ആവശ്യത്തിന് വായ്പകൾ നൽകുന്ന ഒരു സൊസൈറ്റി ആണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കും റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം ഒരു സൊസൈറ്റി പോരെയെന്ന്. എല്ലാം പാക്സ് എന്ന് പറയുന്ന സെക്ഷൻ 2OAA പ്രകാരം നിർവചിച്ചിരിക്കുന്ന പാക്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ലോണുകളും മീഡിയം ടേം ലോണുകളുമാണ് അധികമായി കൊടുക്കുന്നത്. എന്നാൽ പീക്കാർഡ് ബാങ്ക് ലോങ് ടേം ലോണുകളാണ്. കാർഷിക ആവശ്യങ്ങൾക്കുള്ള ലോങ് ടേം ലോണുകൾ കൊടുക്കുന്ന സൊസൈറ്റിയാണ് പീക്കാർഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പം എന്താണ്? കാർഷിക ആവശ്യങ്ങൾക്കും ഗ്രാമവികസനത്തിനും വേണ്ടി ദീർഘകാല വായ്പകൾ നൽകുന്ന ഒരു താലൂക്കിൽ പ്രവർത്തന പരിധിയുള്ള സൊസൈറ്റികളാണ് പീക്കാർഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മത് പഠിച്ചില്ല. സെക്ഷൻ 2OC പീക്കാർഡ് ബാങ്ക്, സെക്ഷൻ 2OC പീക്കാർഡ് ബാങ്ക്, സെക്ഷൻ 2OD പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, സെക്ഷൻ 2OD പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പം നമ്മളിപ്പോൾ ആലോചിക്കും സെക്ഷൻ 2OB പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി നമ്മൾ പഠിച്ചു. ഇപ്പം എന്താണ് സെക്ഷൻ 2OD പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി? ഇപ്പം എന്താ തമ്മിൽ വ്യത്യാസം? OBയിൽ പറഞ്ഞ ക്രെഡിറ്റ് ആണ്, വായ്പകൾ നൽകുന്ന സൊസൈറ്റിയാണ്. വായ്പകൾ നൽകാത്ത ഒരുപാട് പ്രൈമറി സൊസൈറ്റികളുണ്ട്. എല്ലാ സൊസൈറ്റികളും വായ്പകൾ നൽകാൻ വേണ്ടി മാത്രമുള്ള സൊസൈറ്റികളല്ല. അതുകൊണ്ട് തന്നെ അപ്പെക്സ് സംഘങ്ങളോ കേന്ദ്ര സംഘങ്ങളോ അല്ലാത്ത വായ്പകൾ നൽകാത്ത പ്രൈമറി പ്രാഥമിക തലത്തിലുള്ള എല്ലാ സൊസൈറ്റികളും പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടും. അത് ഏത് സൊസൈറ്റിയുടെ പ്രൈമറി ആയിക്കോട്ടെ, അത് വായ്പകൾ നൽകുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നു. സെക്ഷൻ 2OD പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, സെക്ഷൻ 2OD പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 2OE, സെക്ഷൻ 2OE എന്താണ്? പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 2OE പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ഒരു താലൂക്കായിരിക്കും. എന്താണ്? ഒരു താലൂക്ക് പ്രവർത്തന പരിധിയുള്ളതും അതുപോലെ തന്നെ എന്താണ് ടൂറിസം ആക്ടിവിറ്റികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റികളാണ് പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. എന്താണ്? ടൂറിസം ആക്ടിവിറ്റികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു താലൂക്ക് പ്രവർത്തന പരിധിയായിട്ട് പ്രവർത്തിക്കുന്ന സൊസൈറ്റികളാണ് സെക്ഷൻ 2Oയിൽ നിർവചിച്ചിരിക്കുന്ന പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ സെക്ഷൻ 2OE പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ആദ്യകാലഘട്ടത്തിൽ അതെന്താണ് പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ഒരു താലൂക്ക് മോഡേൺ താലൂക്കുകളായിരുന്നു. അതിനുശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5th അതായത് ജൂലൈ 5-ന് 2018 ജൂലൈ 5-ന് കൂടുതൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിന് മേലെ ഏരിയ ഓഫ് ഓപ്പറേഷനുള്ള ഇതിനെയൊക്കെ കൂടെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഒരു താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് നിശ്ചയിച്ചു. അപ്പോൾ എന്നും തുടങ്ങിയാണ് 2018 ജൂലൈ 5 മുതൽ. അതുവരെ എന്തായിരുന്നു? അതുവരെ ആ സൊസൈറ്റികൾ എന്ന് പറയുന്നത്
ഒരു താലൂക്കല്ലായിരുന്നു പ്രവർത്തന പരിധി, അതിലധികം താലൂക്കുകൾ പ്രവർത്തന പരിധിയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു താലൂക്ക് മാത്രമാണ് പ്രവർത്തന പരിധിയായിട്ടുള്ളത്. അപ്പം എന്താണ് പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൻ 2OEയിലാണ് നിർവചിച്ചിരിക്കുന്നത്. സെക്ഷൻ 2OEയിലാണ് പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിർവചിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞത്? സെക്ഷൻ 2O പ്രിസ്ക്രൈബ്ഡ്, സെക്ഷൻ 2O പ്രിസ്ക്രൈബ്ഡ്, സെക്ഷൻ 2OA പ്രിസ്ക്രൈബ്ഡ് പീരീഡ്, സെക്ഷൻ 2OA പ്രിസ്ക്രൈബ്ഡ് പീരീഡ്, സെക്ഷൻ 2OAA പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, സെക്ഷൻ 2OAA പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി പാക്സ്, സെക്ഷൻ 2OB പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി സെക്ഷൻ 2OB. സെക്ഷൻ 2OC പീക്കാർഡ് ബാങ്ക്, അതായത് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്തിലാണ് നിർവഹിച്ചിരിക്കുന്നത്? സെക്ഷൻ 2OC. OC ആണ്, അതായത് പീക്കാർഡ് ബാങ്ക് കേസ്കാർഡ് ബാങ്കിന് OC ആണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലും ചിന്തിക്കുക. കാരണം അവർ ഫണ്ടൊന്നും അവർ സ്വന്തമായിട്ടല്ല റേസ് ചെയ്യണത്. കേസ്കാർഡ് ബാങ്കിൽ നിന്ന് കടപ്പത്രങ്ങൾ അവർ റേസ് ചെയ്ത് ആ ഫണ്ട് ബാങ്കിൻ്റെ OC ആയിട്ടാണ് പീക്കാർഡ് ബാങ്ക് എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത്. അപ്പോൾ പീക്കാർഡ് ബാങ്ക് എന്നാണ് OC ആണ്. സെക്ഷൻ 2OC പീക്കാർഡ് ബാങ്ക്. സെക്ഷൻ 2OD, സെക്ഷൻ 2OD പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, സെക്ഷൻ 2OD പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, സെക്ഷൻ 2OE പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി, സെക്ഷൻ 2OE പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് സെക്ഷൻ 2P പഠിക്കാം. പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 2P രജിസ്ട്രാർ. അതായത് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അതായത് സഹകരണ മേഖലയിൽ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് രജിസ്ട്രാറാണ്. രജിസ്ട്രാറെ കുറിച്ച് നമ്മൾ സെക്ഷൻ 3 ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് പഠിക്കാം. അപ്പോൾ സെക്ഷൻ 3 പ്രകാരമാണ് രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്യുന്നത്. സെക്ഷൻ 3(1) പ്രകാരമാണ് രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 3(1) പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തി എന്നാണ് സെക്ഷൻ 2Pയിൽ രജിസ്ട്രാറെ നിർവചിച്ചിരിക്കുന്നത്. സെക്ഷൻ 2P പ്രകാരം രജിസ്ട്രാർ എന്ന് പറയുന്നത് നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സെക്ഷൻ 3(1) പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തി. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെക്ഷൻ 3 പഠിക്കാം. അപ്പോൾ സെക്ഷൻ 2P രജിസ്ട്രാർ. സെക്ഷൻ 2P എന്താണ്? രജിസ്ട്രാർ. സെക്ഷൻ 2P രജിസ്ട്രാർ. സെക്ഷൻ 2PA റിക്രൂട്ട്മെന്റ് കമ്മിറ്റീസ്. സെക്ഷൻ 2PA റിക്രൂട്ട്മെന്റ് കമ്മിറ്റീസ്, റിക്രൂട്ട് ചെയ്യുന്ന കമ്മിറ്റി. ആലോചിക്കുക, റിക്രൂട്ട്മെന്റ് ബോർഡ് എവിടെയാണ് കിടക്കുന്നത്? CSEB സർവീസ് എക്സാമിനേഷൻ ബോർഡ്. അതെവിടെയാണ്? സെക്ഷൻ 80Bയിലാണ് അല്ലേ? സെക്ഷൻ 80Bയിലാണ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് കിടക്കുന്നത്. അവിടെയാണ് നമ്മുടെ റിക്രൂട്ട്മെന്റുകളുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എവിടെയാണ്? സെക്ഷൻ 80Bയിലാണ്. അപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത് സെക്ഷൻ 80BB പ്രകാരം, എന്താണ്? സെക്ഷൻ 80BB പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് റിക്രൂട്ട്മെന്റ് കമ്മിറ്റി. അപ്പോൾ സെക്ഷൻ 2PA റിക്രൂട്ട്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? സെക്ഷൻ 80BB പ്രകാരം, 80BB 2B ഉണ്ട്, BB പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് റിക്രൂട്ട്മെന്റ് കമ്മിറ്റി. സെക്ഷൻ 2PA റിക്രൂട്ട്മെന്റ് കമ്മിറ്റീസ്. സെക്ഷൻ 2PA റിക്രൂട്ട്മെന്റ് കമ്മിറ്റി. സെക്ഷൻ 2PB റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. സെക്ഷൻ 2PB റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. സെക്ഷൻ 2PB റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. സെക്ഷൻ 2PA റിക്രൂട്ട്മെന്റ് കമ്മിറ്റി ആണെങ്കിൽ സെക്ഷൻ 2PB റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. എന്താണ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ? നമ്മൾ സെക്ഷൻ AC ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ പഠിച്ചു. അങ്ങനെയുള്ള ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനൊക്കെ ഉണ്ടല്ലോ, അവരുടെ സെൻട്രൽ സൊസൈറ്റിയാണ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്ന് പറയുന്നത്. എന്താണ് ഇവരുടെ ആക്ടിവിറ്റി? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്
പ്രൊക്യൂർമെൻറ്റുകൾ ഉണ്ടല്ലോ, പ്രോസസ്സിങ്, മാർക്കറ്റിങ്, അതായത് ഡയറിയുടെ പാലിൻ്റെ പ്രൊക്യൂർമെൻറ്റ് ചെയ്യുന്നു, അതായത് അവർ ശേഖരിക്കുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, അത് മാർക്കറ്റ് ചെയ്യുന്നു. ഈ വിധ കാര്യങ്ങളാണ് റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ചെയ്യണം? ശേഖരിക്കും, പല സ്ഥലങ്ങളിൽ നിന്നുള്ള മിൽക്കുകൾ ശേഖരിക്കുമല്ലോ, അത് നമുക്കറിയാം. പ്രൈമറി സംഘങ്ങളൊക്കെ ശേഖരിക്കുന്നതിന് മൊത്തത്തിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പ്രോസസ്സിങ് നടത്തി അതിന് വിപണിയിൽ എത്തുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിനുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസുകൾ കൊടുക്കുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ കൊടുക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആരാണ് ചെയ്യുന്നത്? റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനാണ്. അതായത് ആനന്ദ് പേറ്റേൺ കോഓപ്പറേറ്റീവ് മിൽക്ക് സൊസൈറ്റികളുടെ സെൻട്രൽ സൊസൈറ്റികളാണ് റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്ന് പറയുന്നത്. അവർ ഡയറി, അതായത് പാലുകൾ ശേഖരിച്ച് അത് പ്രോസസ്സ് ചെയ്ത് പല വിധത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കി വിതരണം നടത്തുന്നു. അതുപോലെ തന്നെ അംഗസംഘങ്ങൾക്ക് ആവശ്യമുള്ള ഫിനാൻഷ്യൽ സഹായങ്ങളും ടെക്നിക്കൽ സഹായങ്ങളും ട്രെയിനിങ്ങുകളും അതെല്ലാം നൽകുന്നത് റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകളാണ്. അപ്പോൾ എന്താണ് സെക്ഷൻ 2PB റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. അത് പിന്നെ ഇതിൻ്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത്, ഈ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞു രണ്ടോ അതിലധികമോ റവന്യൂ ഡിസ്ട്രിക്റ്റുകൾ ചേർന്നതാണ്. എന്താണ് റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ജില്ലകൾ ചേർന്നതാണ്. അടുത്ത സെക്ഷൻ 2Q റൂൾസ്. സെക്ഷൻ 2Qയിൽ പെടുന്നതാണ് റൂളുകൾ. നമുക്കറിയാം റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആക്ട് പ്രകാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചട്ടങ്ങൾ, ആക്ടിനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചട്ടങ്ങളാണ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 2Q റൂൾസ് നമുക്ക് വലിയൊരു വീഡിയോ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് പഠിക്കാനായാലും ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ് എന്ന് വെച്ചാൽ എടുത്ത് വന്നപ്പോൾ 1 മണിക്കൂറിന് മേലെയായി. അങ്ങനെ ഞാനത് 2 ക്ലാസ്സായിട്ട് കട്ട് ചെയ്തിടേണ്ടി വന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമുക്കൊരു അരമണിക്കൂർ തന്നെ കൂടുതലാണ്. മാക്സിമം ഒരാളെ സംബന്ധിച്ച് ഒറ്റ സ്ട്രെച്ചിന് പഠിക്കാൻ പറ്റുന്ന ഒരു ടൈം എന്ന് വെച്ചാൽ 20 മിനിറ്റ്. അതെനിക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് വരുമ്പോൾ കറക്റ്റ് 20 മിനിറ്റിനുള്ളിൽ ഉൾപ്പെടുത്താനൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ പരമാവധി 20 മിനിറ്റിനുള്ളിൽ തന്നെ ഉൾപ്പെടുത്താൻ, മാക്സിമം 25 മിനിറ്റിൽ മേലെ പോകാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ക്ലാസ് ആയിട്ട് ഇതിടാം. അപ്പോൾ നമുക്കിന്ന് സെക്ഷൻ 2Q വരെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് നിർത്താം. അപ്പോൾ എന്താണ് സെക്ഷൻ 2P രജിസ്ട്രാർ, സെക്ഷൻ 2P രജിസ്ട്രാർ, സെക്ഷൻ 2PA റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി, സെക്ഷൻ 2PA റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റീസ്, സെക്ഷൻ 2PB റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, സെക്ഷൻ 2PB റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, സെക്ഷൻ 2Q റൂൾസ്, സെക്ഷൻ 2Q റൂൾസ്. ഇത്രയും എടുത്തതൊക്കെ മനസ്സിലാക്കി കാണുമല്ലോ അല്ലേ? എല്ലാവരും നന്നായിട്ട് പഠിക്കായിരുന്നു. ഇന്ന് വരെ എടുത്ത ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും ഇരുന്ന് പഠിക്കാൻ, നോട്ടുകൾ എഴുതേണ്ടതൊക്കെ എഴുതി വെച്ചിരുന്ന് പഠിക്കണം. എക്സാം എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ നമ്മൾ അടുത്ത മാസം എക്സാം ഉണ്ടെന്നുള്ള ആ ഒരു രീതിയിൽ, ആ ഒരു ടെമ്പോയിൽ തന്നെ പഠിച്ചു പോകുക എല്ലാവരും. അതുപോലെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ക്ലാസ്സുകളും കൂടുതലായിട്ടുള്ള നോട്ടുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാനൊരു ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട്. ആ ഓൺലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, അതല്ലെങ്കിൽ ഒരു വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിലോ അതെല്ലാം നിങ്ങൾ എന്നെ അറിയിക്കണം. അത് വാട്സാപ്പ് മുഖേനയോ കമൻറ്റ് ബോക്സിലോ എങ്ങനെ വേണമെങ്കിലും അറിയിക്കുക. അതുപോലെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.